ഗുഡ് മോർണിംഗ്. ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ ഫ്രീ എഡ്യൂക്കേഷൻ സെക്ഷനിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ എവിടെയാണ് നിൽക്കണേ? സെക്കൻഡ് ചാപ്റ്ററിലല്ലേ? ക്ലാസ് 5 മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററിലാണ് നമ്മൾ എന്ത് നിൽക്കണേ. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു, എങ്ങനെ വരയ്ക്കാന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എന്ത് ചെയ്യാണ്? സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരയ്ക്കും. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കണേ? നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്, ഫുള്ള് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞിലേ തൊട്ട് കേട്ടിട്ടുണ്ടല്ലേ നമ്പേഴ്സ്? നമ്മൾ എണ്ണാൻ പഠിച്ചിട്ടുണ്ട്, ഒളിച്ചും പാത്തൊക്കെ കളിക്കുമ്പോൾ നമ്മളിപ്പോഴും എണ്ണി 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 അങ്ങനെ എണ്ണാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഏറ്റവും വലിയ നമ്പർ ഏതാ നിങ്ങൾക്ക് അറിയാവുന്നേ? അങ്ങനെ പറയാൻ പറ്റുണ്ടോ? ചിലർ ഇപ്പോൾ 100 എന്ന് പറഞ്ഞാൽ 100ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 101. അതും നമുക്കറിയാം. അപ്പോൾ 5000 ആണെന്ന് പറഞ്ഞാൽ 5000ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാ? 5001. 5001. 50,000 ആണെന്ന് പറഞ്ഞാലും 50,000ന്റെ കൂടെ 1 കൂട്ടിയാൽ എന്ത് കിട്ടി? 50,001 കിട്ടി. അങ്ങനെ ഏതൊരു നമ്പർ എടുത്താലും നമുക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു നമ്പർ കൂട്ടി നമുക്ക് അടുത്ത നമ്പർ പറയാൻ പറ്റും. നമ്പേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യണില്ല. പണ്ട് ഞാൻ കുഞ്ഞായിരിക്കും പറ്റി 900 എന്നൊക്കെ പറയും. പക്ഷെ അതൊരു നമ്പർ അല്ലാതെ എന്താണ്? നമ്മൾ വേർഡ്സിൽ പയ്യെ യൂസ് ചെയ്യണ ഒരു നമ്പറാണ്. അമ്മാവൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു പറ്റിക്കുമായിരുന്നു, എനിക്ക് നിങ്ങൾ 900 ഇഷ്ടമാണ്, അതാണ് ഇതാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ 900 എന്ന് പറഞ്ഞാൽ എന്താ? വെറൊരു ടേം ആണല്ലേ. നമ്മൾ സംഖ്യകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? എൻഡ് പറയാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ഉത്തരമില്ല. നമുക്ക് അറിയാവുന്ന ഒരു നമ്പറിൽ നിന്ന് 1 കൂട്ടി കഴിഞ്ഞ് എന്ത് കിട്ടും? അടുത്ത നമ്പർ കിട്ടും. ഇപ്പം ഞാനൊരു കോടിയാണെങ്കിൽ ഏറ്റവും അറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ കൂടെ 1 കൂട്ടിയാൽ എത്രയാടാ? 1 കോടി 1 രൂപയല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക? നമ്പേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യണില്ല? എൻഡ് ചെയ്യണില്ല. അപ്പോൾ ഈ എൻഡ് ചെയ്യാത്ത നമ്പേഴ്സിനെ എങ്ങനെ കൗണ്ട് ചെയ്യാം, എങ്ങനെ എണ്ണി തുടങ്ങാം, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഈ ചാപ്റ്ററിൽ പഠിക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ എഴുതുമ്പോൾ നോക്കി ഒരു സംഖ്യ ഉള്ളൂങ്കിൽ, അപ്പോൾ നോക്കി ഒരു പൊസിഷൻ ഉള്ളെങ്കിൽ അതിന് നമ്മൾ എന്ത് പറഞ്ഞു? 1 ആക്കിയില്ലേ? 1 ഇനി അടുത്ത നമ്പർ 1നേക്കാളും വലിയൊരു സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ്? 1ന്റെ കൂടെ 2, 3 ഒക്കെ വലുതാണ്. ഇത് വലുതാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ട് കൊടുത്താൽ മതി. വലുതാക്കാനായിട്ട് ഒറ്റ വഴിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താ? ലെഫ്റ്റ് സൈഡിൽ ഒരു 0 ഇട്ട് കൊടുക്കുക അല്ലേ? ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ട് കൊടുത്തപ്പോൾ ഇത് എന്തായിടാ? 10 ആയില്ലേ? നമ്മൾ എങ്ങനെയാ 10 എന്ന് പറയാ? 1s 10 അല്ലേ? 1s 10s അങ്ങനെ എണ്ണ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ? ഇപ്പൊ എന്താണ്? ഫസ്റ്റ് എന്താണ്? 1s 10 വന്നു. ഇനിയിപ്പോൾ ഇതിന് ഒന്നുകൂടി വലുതാക്കണം എന്ന് പറഞ്ഞാൽ ഈ 10ന്റെ കൂടെ നമ്മൾ ഓൾറെഡി 10 ഉണ്ട്, ഇതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ എന്തായിടാ? 1s 10s 100 അല്ലേ? ഇത് എത്രയാണ്? 100 ആണ്. ഇനി അടുത്തൊരു നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് 100 ഉണ്ട്, 100 കൂടെ ഞാൻ എന്ത് ചെയ്യണം? 100ലെ 2 0 ഉണ്ടല്ലേ? ഒരു 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താവും? നമുക്കറിയാം എന്താണ്? 1000 അല്ലേ? 1000 എങ്ങനെയാ പറയണേ? 1s 10s 100 എന്ത് വന്നു? 1000 വന്നു. ഇനി ഒരു 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ പൊസിഷൻ മാറി നോക്കിക്കോ. എന്ത് ചെയ്യാണ്? ഇവിടെ ഓൾറെഡി 3 zeros ഉണ്ട്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്? ഒരു 0 കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 0 കൂടി ഇട്ട് കൊടുത്തപ്പോൾ എന്ത് വന്നു? 1s 10s 100 1000 10,000. ഇതെന്തായി? 10,000 ആയി. ഇപ്പൊ എന്ത് കിട്ടി? 10,000. 10,000 എന്ന് പറയുമ്പോൾ അതിൽ എത്ര 0 ഉണ്ടടാ? 4 0 ഇല്ലേ? ഈ 4 0 കൂടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ എന്താവും? 1 2 3 4 5 0 വന്നല്ലേ? അപ്പൊ എന്ത് വന്നു നോക്കിയേ? 1s 10s 100 1000 10,000 പിന്നെ ആര് വന്നു? ലാക്ക് വന്നു. നമ്മൾ എവിടെ എത്തി? ഇവിടെ എത്തിയപ്പോഴേക്കും എവിടെ എത്തി? ലാക്കിൽ എത്തിയില്ല, അല്ലെങ്കിൽ ലക്ഷ്യം എത്തി. ഈ ലക്ഷ്യത്തിന്റെ കൂടെ, ലക്ഷ്യത്തിൽ എത്ര 0 ഉണ്ടടാ? 5 0 അല്ലേ? 5 0ത്തിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. 5 0ത്തിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 0. അപ്പൊ എത്ര 0 ഉണ്ട്? 6 0 ഉണ്ടല്ലേ? 1 2 3 അല്ലെ 5 6 6 0. ഈ 6 0 വരുമ്പോൾ നമ്മൾ എങ്ങനെയാ വായിക്കുക ഇതിനെ? നോക്കി, 1s 10s 100 ഒറ്റ 10 100 പിന്നെ ആരാ? 1000 അല്ലേ? 1000 10,000 പിന്നെ ആര് വന്നു? ലാക്ക്, ലക്ഷ്യം വന്നു. ലക്ഷ്യം കഴിഞ്ഞിട്ട് ആരിനി? 10 lakh ആണ്. ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി? 10 lakh കിട്ടി. ഓക്കെ അല്ലേ? 10 lakh എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര 0 ആയി? 6 0 ആയി. ഈ 6 0ത്തിന്റെ കൂടെ ഒരു 0 കൂടി വെച്ചു. ഒരു 0 കൂടി വെക്കുമ്പോൾ എന്താവും? 7 0 വന്നല്ലേ? 1 2 3 4 5 6 7 7 0 ആയി. 7 0 വരുമ്പോൾ നമ്മൾ ഇനി എന്താടാ വായിക്കുക? നോക്കിയേ, നമുക്കറിയാം എങ്ങനെയാ കൗണ്ട് ചെയ്യുക? 1s 10s 100 1000 10,000 ലാക്ക് 10 lakh എന്ത് വന്നു? ക്രോ വന്നു അല്ലേ? കോടി വന്നു. എവിടെ എത്തി? നമ്മൾ ക്രോറിലെത്തി. ഇപ്പൊ 7 zeros ആയി കഴിഞ്ഞപ്പോൾ എന്തായി? 1 crore ആയി. ഇനി ഒരു 0 കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ എത്ര 0? 8 0 അല്ലേ? 1 2 3 4 5 6 7 8 zeros ആയി. 8 0 വരുമ്പോൾ എന്ത് വായിക്കൂടെ? ഇതിനെ നോക്കിയേ, പിന്നെയും കൗണ്ട് ചെയ്യുക. ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി. എത്ര വന്നു? 10 കോടി ഒന്നുമില്ല. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 100 crore ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകാൻ പറ്റും. ഇതൊക്കെ എപ്പോഴാ? ഒരു സംഖ്യയുടെ റൈറ്റ് സൈഡിൽ നമ്മൾ 0 ഇട്ടപ്പോഴാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഇൻക്രീസ് ആയി. ഞാൻ എന്ത് ചെയ്യാണ്? 1 ഇവിടെ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത പ്രാവശ്യം ഞാൻ ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ടു. ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ടിട്ട് വല്ല മാറ്റം ഉണ്ടാ? ഇത് എന്ത് തന്നെയാണ്? 1 തന്നെയല്ലേ? ഞാൻ പിന്നെയും ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പോഴെന്ത് തന്നെയാണിത്? 1 തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലോട്ടുള്ള 0s നമ്മൾ എന്ത് ചെയ്യില്ല?
കൂട്ടില്ല. നമ്മൾ ഇങ്ങോട്ട് മാത്രമേ നോക്കുള്ളൂ, റൈറ്റ് സൈഡിലോട്ട് മാത്രമേ നോക്കുള്ളൂ. അപ്പൊ നമ്മൾ നോക്കി നോക്കി വന്നപ്പോൾ എന്ത് കിട്ടി? 1 ഒരു സീറോസ് ഇല്ലെങ്കിൽ അത് എന്താണ്? 1 ആണ്, വൺസ് ആണ് അല്ലേ? ഒറ്റ അതിന്റെ കൂടെ ഒന്നിന്റെ കൂടെ 0 ഇട്ടപ്പോ എന്തായി? 10, 100 അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്ന് എവിടെ വരെ എത്തി? ക്രോർ വരെ ഉണ്ടല്ലേ. ഇതിനെ തന്നെ ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ കണ്ടില്ലേടാ 10K ഫോളോവേഴ്സ്. അപ്പൊ ഈ K എന്താടാ സാധനം? നമ്മളിങ്ങനെ പറയില്ലേ, ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലേ? K നമ്മളെപ്പോഴും കേൾക്കണതാ. ഈ K എന്താ സാധനം? K എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ കടയിൽ ചെന്ന് പഞ്ചസാര വാങ്ങിക്കുമ്പോ എങ്ങനെ വായിക്കാ? 1 കിലോഗ്രാം എന്നല്ലേ വായിക്കാ? ഇതിനെന്താ പറയാ? 1 കിലോഗ്രാം. ഇതില് K എന്ന് പറഞ്ഞാൽ എന്താ? കിലോ ആണ് അല്ലേ? K എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോ ആണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാടാ? എത്ര ഗ്രാമാ? 1000 ഗ്രാം അല്ലേ? ഇപ്പൊ നോക്കി, ഇവിടെയും ഗ്രാം ഉണ്ട്, ഇവിടെയും ഗ്രാം ഉണ്ട്. അപ്പൊ കിലോന്റെ വാല്യൂ എത്രയാണ്? എന്ത്? 1000 എന്ന് പറഞ്ഞാൽ കിലോനെയാണ് നമ്മൾ എന്ത് പറയണേ? ഈ K ആയിട്ട് പറയണേ. അപ്പൊ 10K എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? 10 കിലോ. അതായത് എന്താണ്? 10 ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 1000. 10 × 1000 എന്ന് പറയുമ്പോൾ എത്രയാ? 10,000 അല്ലേ? അപ്പൊ 10K എന്ന് ഉദ്ദേശിച്ചാൽ ശരിക്കും എന്താ? 10,000. ഇതേപോലെ നമ്മളിപ്പം നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ നമ്മൾ ഇത് പറയും 10, 100, 1000 എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം എന്ത് പുറത്തോട്ട് ഇന്നാല് ഫോറിനേഴ്സ് എന്ത് ഇതിനെ പറയാ? 1 ലാഖൊക്കെ എത്താണെങ്കിൽ അവർ എന്ത് പറയും? 100,000 എന്ന് പറയും. 1 ലാഖിന് അവരെന്താ പറയണേ? നമ്മളിതിന് എന്ത് പറഞ്ഞു? 1 ലാഖാന്ന് പറഞ്ഞു അല്ലേ? 1s, 10s, 100, 1000, 10,000 ലാഖ് അല്ലേ? ഈ ലാഖിനെ ഫോറിൻ കൺട്രീസിൽ എന്ത് ചെയ്യും? അവരെന്ത് പറയും? 100,000 എന്ന് പറയും. നോക്കി, 100 പിന്നെ 1000ന് എത്ര സീറോസ് ഉള്ളേ? 3 അല്ലേ? 3 കൂടി ചേരുമ്പോൾ എന്തായി? 100,000. ഇത് തന്നെയാണ് നമ്മൾ എന്ത് പറയാ? ലാഖ് എന്ന് പറയാം. ഇനി ഇതിന്റെ കൂടെ ഒരു സീറോ കൂടി ഇട്ട് കഴിഞ്ഞാല്, ഇതിന്റെ കൂടെ എന്ത് ചെയ്യാണ്? ഒരു സീറോ കൂടി ഇട്ട് കഴിയുമ്പോൾ അവരെന്ത് വായിക്കൂടെ? നോക്കി, ഇതിനെന്താ വായിക്കുക? അവര് മില്യൺ എന്ന് വായിക്കും അല്ലേ? 10 ലാഖിനെയാണ് അവരെന്ത് പറയാ? മില്യൺ എന്ന് പറയാ. 10 ലാഖിനെ പുറത്തോട്ട് എന്ന് കഴിയുമ്പോൾ അവരെന്താ പറയാ? മില്യൺ എന്നാ പറയാ. ഇതേപോലെ തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? ഒരു സീറോ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇവരെന്ത് പറയും? 10 മില്യൺ പറയും. ഇവരെന്താ വായിക്കുന്നേ? 10 മില്യൺ വായിക്കും. 10 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ 1 ക്രോറിനെയാണ് അവരെന്ത് ചെയ്യണേ? 10 മില്യൺ എന്ന് പറയുന്നത്. അപ്പൊ 10 ക്രോറിന് അവരെന്ത് പറയും? 100 മില്യൺ പറയും. അപ്പൊ ബില്യൺ എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിയേ, നമ്മുടെ എന്താണ്? 1s, 10s, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോ, 10 ക്രോ, 100 ക്രോ. 100 ക്രോറിന് എന്ത് പറയണേ? 1 ബില്യൺ എന്ന് പറയണേ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തുണ്ട്? ട്രില്യൺ, അങ്ങനെ അങ്ങനെ വലിയ വലിയ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഇപ്പൊ എന്താണ് ബില്യൺ, ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മുടെ 10 ലാക്ക്, 100 ലാക്ക് അല്ലെങ്കിൽ ക്രോർ, അതൊക്കെയാണ് എന്ത്? ബില്യൺ, ട്രില്യൺ എന്നൊക്കെ പറഞ്ഞു പോണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്പേഴ്സിനെ പയ്യെ കൗണ്ട് ചെയ്യാൻ പഠിക്കുകയാണ്. നേരത്തെ നമ്മൾ എന്ത് ചെയ്തി? 1 ഇട്ടിട്ട് ഇങ്ങനെ 0 ഇട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് വായിച്ചു? 1s, 10s, 100, 1000. ഇത് എന്താ വായിച്ചേ? 1000 വായിച്ചേ. ഇനിയിപ്പോ ഞാൻ 2 ഇട്ടിട്ട് ഇങ്ങനെ ഇടാണ്. ഇത് നമുക്ക് വായിക്കാൻ അറിയാലോ. ഇത് എത്രയാണ്? 2000. അതെങ്ങനെയാ? 1s, 10s, 100, 1000. 1000ന്റെ അവിടെ എത്രയുണ്ട്? 2 ഇല്ലേ? അപ്പൊ 2000 അല്ലെങ്കിൽ 2000 എന്ന് പറയും അല്ലേ? 2000 എന്ന് പറയും. ഇതേപോലെ വലിയൊരു സംഖ്യ തന്നേക്കും. ഇവിടെ എത്രയാണ് തന്നേക്കണേ? 362,880 അല്ലേ? നമുക്ക് ഈ ഒരു വലിയ നമ്പറാണ് തന്നേക്കണേ. ഇനി ഇതിനെ വായിക്കാൻ നമ്മൾ എന്ത് ചെയ്തല്ല? നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ കുഞ്ഞു കുഞ്ഞു നമ്പേഴ്സേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കൗണ്ട് ചെയ്യാനായിട്ട് എണ്ണി നോക്കും. എങ്ങനെ എണ്ണ? 1s, 10s, 100, 1000, 10,000, ലാക്ക്. ഇവിടെ എത്ര വന്നേ? ലാക്ക്. ഇവിടെ എത്ര ലാക്കാ? 3 ലാക്ക് അല്ലേ? അപ്പം 3 ലാക്ക്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? 3 ലക്ഷത്തി. നമ്മൾ എന്ത് ചെയ്തി? ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷം അല്ലേ? അപ്പം 3 ലക്ഷത്തി. ഇനി എത്രയുണ്ട്? തീർന്നിട്ടില്ല. ഇനി ആരുണ്ട്? പിന്നെയും എണ്ണും. 1s, 10s, 100, 1000, 10,000. ഇവിടെ ആരുണ്ട്? 10,000 സ്ഥാനത്ത് എന്തുണ്ട്? 6 ഉണ്ട്. പിന്നെ എന്തുണ്ട്? 10 തന്നെയല്ലേ? അപ്പൊ 62,000. നമ്മൾ എന്ത് എഴുതും? 62,000 അല്ലെങ്കിൽ 62,000 എന്ത് ചെയ്യാണ്? തീർന്നോ? ഇനി ആരുണ്ട് ഇവിടെ? 880 ഉണ്ടല്ലേ? നമ്മൾ എന്ത് ചെയ്യും? 1s, 10s, 100, 800. അപ്പൊ 800, 800 അല്ലെങ്കിൽ നമ്മൾ എന്ത് വായിക്കും? 800. നമ്മൾ എന്ത് ചെയ്യാണ്? 800. തീർന്നോ? ഇനി ആരുടെ ഉള്ളൂ? 80. ഇതിനെ നമ്മൾ എന്താ വായിക്കുക? 80 അല്ലെങ്കിൽ 80. പിന്നെ നമ്മൾ എന്താ വായിച്ച്? നമ്മളിങ്ങനെ എണ്ണി നോക്കിയില്ലേ? 1s, 10s, 100, 1000, 10,000, ലാക്ക് എന്ന് എണ്ണി. നമുക്ക് എന്ത് കിട്ടി? 3,62,880 അല്ലെങ്കിൽ 3,62,880 എന്ന് കിട്ടി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു നമ്പർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? എണ്ണാൻ പറ്റൂ അല്ലേ? അപ്പൊ നോക്കി, ഇവിടെ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കണേ?
in 2023 the minimum distance between earth and moon is 3. ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, എണ്ണണോ അല്ലേ? നമ്മൾ ഇങ്ങനെ വേർഡ്സിൽ പറയുന്നതാണ് നമ്മളടുത്ത് ചോദിച്ചേക്കണേ. പറയാൻ സിമ്പിൾ അല്ലേടാ. ഫസ്റ്റ് ഇതിൽ ഏതാ ഫസ്റ്റ് നമ്പർ വന്നേക്കണേ? 2023 അല്ലേ ഫസ്റ്റത്തെ നമ്പർ? ഏതാ? 223 അല്ലേ? 2023. ഇതിനെങ്ങനെയാ വായിക്കുക? വൺസ്, ടെൻസ്, 100, 1000 അല്ലേ? ഇത് നമുക്കറിയാം എന്താണ്? 2000. ഇത് എത്രയാണ്? 2023 ആണല്ലേ? 2023 വന്നിട്ടുണ്ട്. അതായത് 2023. 2023 അല്ലെങ്കിൽ 2023 ഇൻ 2023 ദ മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ്, ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള കുറഞ്ഞ ദൂരം, ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ ഈസ് എത്ര തന്നേക്കണേ? വലിയൊരു നമ്പർ വന്നിട്ടുണ്ട്. ഏതാ തന്നേക്കണേ? 356569 അല്ലേ? നമുക്ക് എത്ര തന്നേക്കണേ? 356569 തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാ? ഇതെങ്ങനെ പറയും? ഇങ്ങനെ നമ്പേഴ്സ് പറയാനല്ലേ, നമ്മളിത് വായിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എണ്ണി നോക്കൂല്ലേ? എണ്ണി വൺസ്, ടെൻസ്, 100, 1000, 10,000 എന്ത് വന്നു? ലാക്ക് വന്നു. അതായത് 3 lakh എന്ത് വന്നു? 56,000 എന്ത് വരും? 500 വൺസ്, ടെൻസ്, 100 അല്ലേ ഇവിടെ വന്നേക്കണേ? ഇവിടെ 1000, ഇവിടെ 10,000 ലാക്ക് അല്ലേ? നമ്മൾ എന്ത് ചെയ്തു പോവാ? ഇങ്ങനെ പറഞ്ഞു പോവാ. അപ്പൊ 569. ഇതെന്താണ്? 6, 10 അല്ലേ? അപ്പൊ 60 എന്ത് വരും? 69 എന്ത് വന്നു? 69. അല്ലെങ്കിൽ എന്റെ മലയാളത്തിൽ ഇങ്ങനെ എഴുതാം, 3,00,000 എന്ത് വരും? 56,000. ഓക്കെ, ഇത് രണ്ടും 1000. അപ്പൊ 56,000 അല്ലെങ്കിൽ 56,000. 56,000 തീർന്നോ? 569 ഉണ്ടല്ലേ? വൺസ്, ടെൻസ്, 100 ഉണ്ട്. അപ്പൊ 500 എന്തുണ്ട്? 69. കിട്ടിയില്ലേ? നമുക്ക് എങ്ങനെ വായിക്കാം? 3,56,569 എന്ന് വായിച്ചു. തീർന്നോ? ഇവിടുത്തെ തീർന്നുണ്ടോ? ഇല്ലല്ലോ. കിലോമീറ്റേഴ്സ് ആൻഡ് മാക്സിമം ഈസ് കൂടിയ ദൂരത്താണ്, കുറഞ്ഞ ദൂരമാണ് എന്ത്? 3,56,569 അല്ലെങ്കിൽ 3,56,569 എന്ന് പറഞ്ഞാല്. ഇനി കൂടിയ ദൂരം എത്രയാന്ന് പറഞ്ഞേക്കണേ? കൂടിയ ദൂരം എത്രയാ പറഞ്ഞേക്കണേ? നോക്കി, 40,6,4,5,8 അല്ലേ? ഇതിങ്ങനെയാണോ വായിക്കണ്ടേ? നമ്മുടെ എനിക്ക് വായിക്കാനല്ലേ പറഞ്ഞേക്കണേ? ഞാൻ എന്ത് ചെയ്യാണ്? ഇത് എണ്ണി നോക്കും. അപ്പൊ എന്ത് ചെയ്യും? വൺസ്, ടെൻസ്, 1000, 10,000, ലാക്ക്, 10 lakh അല്ലേ? അപ്പൊ ഇങ്ങനെ വായിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ഫസ്റ്റ് ഏറ്റവും കൂടിയെന്ന് വരും. ഏറ്റവും പവർ കൂടിയെടുത്തുനിന്ന് ആദ്യം വരും. ഏറ്റവും ഫസ്റ്റ് കൂടിയത് എവിടെയാ? വൺസ്, ടെൻസ്, 100, 1000, 10,000. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും ഫസ്റ്റ് ലാക്കിന്ന് തുടങ്ങി. ഇവിടെ എത്രയാ വന്നേക്കണേ? 4 lakh. എവിടെ വന്നേക്കണേ? 4 lakh അല്ലെങ്കിൽ 4,00,000. തീർന്നോ? ഇല്ലല്ലോ. അടുത്ത് എന്താ വന്നേക്കണേ? 0 ആണ്. 10,000 ഇല്ല. അപ്പൊ നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട, നേരെ ഇങ്ങോട്ട് പോവാ, 1000 പോവാ അല്ലെ? എത്ര 1000? 6,000. 4,06,000 അല്ലെങ്കിൽ 6,000 എന്താണ്? 400. ഇനി എവിടെയാണ്? 100ന്റെ പ്ലേസ് അല്ലേ? അപ്പൊ 400 അല്ലെങ്കിൽ എത്രയാ? 400. 6,400 എത്രയുണ്ട്? 58. എത്രയാ വന്നേക്കണേ? 58 അല്ലെങ്കിൽ 58. 58 അല്ലേ? 58 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 58 എന്ന് പറയാം. ഓക്കെ അല്ലേ? കൗണ്ട് ചെയ്യാൻ പഠിച്ചില്ലേ? അടുത്ത കണക്ക് നോക്കിയാൽ ഇവിടെ എന്താ പറഞ്ഞേക്കണേ? അക്കോർഡിംഗ് ടു 2011 സെൻസസ്, 2011 കണക്ക് പ്രകാരം ദ പോപ്പുലേഷൻ ഓഫ് കേരള വാസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ നമ്പർ വന്നിട്ടുണ്ട്. കേരളത്തിലെ ജനസംഖ്യ എത്രയായിരുന്നു? 33,40,60,61 അല്ലേ? ഇത് എങ്ങനെയാ നമ്മൾ കൗണ്ട് ചെയ്യാം? നമ്മൾ പിന്നെയും വൺസ്, ടെൻസ്, ഒറ്റ 10 എണ്ണി നോക്കൂ അല്ലേ? ഫസ്റ്റ് എന്ത് വന്നു? വൺസ്, പിന്നെ ടെൻസ്, ഇവിടെ വന്നപ്പോ എന്തായി? 100, 1000 എന്ത് വന്നു? 10,000 അല്ലേ? 10,000, ലാക്ക് ഇവിടെ വന്നപ്പോ എന്തായി? ലാക്കായി. ലാക്ക് ഇവിടെ വന്നപ്പോ എന്തായി?
10 ലാക്ക്. വൺസ്, ടെൻസ്, 100, 10 ലാക്ക്. ഇനി ഇവിടെ വന്നേക്കണേ ക്രോർ അല്ലേ. നമ്മളിങ്ങനെ ഇനി പോകുമ്പോൾ എന്താ, വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്. ഇവിടെ വന്നപ്പോ എന്തായി, ക്രോ ആയില്ലേ. ആയില്ലേ. നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് തുടങ്ങാം. ഏറ്റവും ഹയർ ഡിഗ്രിന്ന് തുടങ്ങൂലേ, ഏറ്റവും വലിയ സംഖ്യ അവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ ഏറ്റവും വലുത് ആരാ, നമ്മുടെ കോടിയാണ് അല്ലേ. ക്രോറിലെ വലുത് 10,000-നേക്കാളും വലുതാണ് ആര്, ക്രോ. അപ്പൊ ഏറ്റവും വലുത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൗണ്ട് ചെയ്ത് തുടങ്ങും. ലെഫ്റ്റ് സൈഡിൽ ആരുടെ കിടക്കണേ, ക്രോ. എത്ര ക്രോറാ, 3. അപ്പൊ 3 ക്രോർ, 3 ക്രോർ. ഇനി ഇവിടെ എത്ര ഉണ്ട്, ലാക്ക് ഏതൊക്കെയാ, 34. ഇത് 10 ലാക്ക്, ഇത് ലാക്കല്ലേ. അപ്പൊ ടോട്ടൽ എത്ര ലാക്ക് ഉണ്ട്, 34 ലാക്ക് അല്ലേ. എന്ത് വായിക്കും, 3 കോടി. എത്ര ലക്ഷം ഉണ്ട്, 34 ലക്ഷത്തി. 3 കോടി 34 ലക്ഷത്തി. കഴിഞ്ഞോ ഇല്ലേ. ഇവിടെ എത്ര ഉണ്ട്, 10,000 ഉണ്ട്. 10,000 അവിടെ 0 അല്ലേ. നമുക്ക് ആരെ പോവാം, 1000 എടുക്കാം. എത്ര 1000 ആടാ, 6,000 അല്ലേ. 6,000. നമ്മൾ ഇല്ലാത്തത് മൈൻഡ് ചെയ്യേണ്ട, ഉള്ളവർ ഇങ്ങനെ എണ്ണി പോവാം. എത്ര 1000 ഉണ്ട്, 6,000. 100ന്റെ പൊസിഷനിൽ ആരെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതും, 6,061. നമ്മൾ എന്ത് എഴുതി നിർത്തി, 61 വെച്ച് നമ്മൾ നിർത്തി. അതായത് 34 ലക്ഷത്തി. 34 ലക്ഷം കഴിഞ്ഞിട്ട് ആരാ വന്നേക്കണേ, 600 അല്ലേ. 600 അല്ല 6000. ഓക്കെ, 6000 എന്തുണ്ട്, 6061. എത്ര വരും, 6061 അല്ലേ. എണ്ണം കിട്ടിയില്ലേ. ഇതേപോലെ അടുത്ത സംഖ്യ നോക്കിയേ. ഇനി എന്താ പറഞ്ഞേക്കണേ, ഏറ്റവും കേരളത്തിൽ 2011 സെൻസസ് പ്രകാരം കേട്ടോ. ആൻഡ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. കേരളത്തിലെ പോപ്പുലേഷൻ ആണ് എന്ത്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 3,34,06,061 എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്താ പറയണേ, ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ. ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണെന്നാണ് പറഞ്ഞേക്കണേ, 1,2,10,854,977 അല്ലേ. നമുക്ക് എത്ര തന്നേക്കണേ, 1,2,10,854,977. ഇത്രയും വലിയ നമ്പറാ. ഇത് നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യും, നമ്മൾ വൺസ്, ടെൻസ് എന്നോടാ. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക് അല്ലേ. 1,000 ലാക്ക്, 10 ലാക്ക്. ക്രോ, ഇത് ക്രോറും കഴിഞ്ഞു പോയി. എന്തായി, ക്രോ. പിന്നെ എന്ത് വന്നു, 10 ക്രോ അല്ലേ. പിന്നെ എന്തുണ്ട്, 100 ക്രോ ആയില്ലേ. ആയില്ലേ. അപ്പൊ നമ്മൾ എവിടെ നിന്ന് എണ്ണി തുടങ്ങും, ക്രോറിൽ നിന്ന് എണ്ണി തുടങ്ങും. 100 ക്രോർ. എത്രയിൽ നിന്ന് എണ്ണി തുടങ്ങി, 100 ക്രോർ. 100 ക്രോർ 21 എന്താണ്, ക്രോർ. എന്താ പറയണ്ടേ, 121. ഇവിടെ എത്രയാണ്, 121 കോടിയല്ലേ. അപ്പൊ 121 നമ്മൾ എന്ത് ചെയ്ത്, 121 ക്രോർ. കഴിഞ്ഞോ ഇല്ല. ഇനി എന്തിലോട്ട് പോണേ, ലക്ഷത്തിലോട്ട്. ലക്ഷം എവിടെ നിന്നാണ് തുടങ്ങണേ, 10 ലാക്ക് ഇല്ല, എന്തുള്ളൂ, ലാക്ക് അല്ലേ. 8 ലാക്ക്. 8,54,000. ഇനി എന്താ ചെയ്താ, 54,977. 900 and എന്തുണ്ട്, 77. 977 വരും. ഓക്കെ അല്ലേ. ഇതെങ്ങനെ മലയാളത്തിൽ എഴുതാ, എത്ര കോടിയാടാ, 121 കോടി അല്ലേ. 121 കോടി. 121 കോടി. തീർന്നോ, ഇല്ല. പിന്നെ ആരുണ്ട്, ലക്ഷം ഉണ്ട് അല്ലേ. ലാക്ക് എത്ര ലാക്കാ, 8 ലാക്ക്. 8 ലാക്ക്. 8 ലക്ഷത്തി. 8 ലക്ഷത്തി 54,000. 54,000 തീർന്നോ, ഇല്ല. പിന്നെ ആരുടെ ഉണ്ട്, 54,977. നമുക്ക് എന്തറിയാം, 977. 977 അല്ലേ. കിട്ടിയില്ലേ, ഓക്കെ അല്ലേ. നമുക്ക് കൗണ്ട് ചെയ്യാൻ പഠിച്ചില്ലേ. അപ്പൊ കൗണ്ട് ചെയ്യാൻ ഇത്ര വലിയ നമ്പർ ആയാലും നമ്മൾ എന്ത് ചെയ്താൽ, എന്ത് ചെയ്യും, വൺസ്, ടെൻസ്, 100 അങ്ങനെ എത്ര വരെ ഉണ്ടോ അവിടെ വരെ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ഇങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ നമ്പർ ആയാലും എന്ത് ചെയ്യാൻ പറ്റും,
കൗണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള എല്ലാവരും നമ്പേഴ്സ് എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ വെറുതെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കാം, കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. ബാക്കി ക്ലാസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.